മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ ഒരാളായിരുന്നു അബ്ബാസ് ഇബ്ൻ ബിശ്ർ റളിയല്ലാഹു അൻഹു. ഭക്തിയിലും അറിവിലും യുദ്ധത്തിലും അദ്ദേഹത്തിന് പേര് കേട്ടിരുന്നു. ഖുർആൻ വളരെ ആവേശത്തോടു കൂടി വായിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. ഖുർആൻ പാരായണത്തിൽ അദ്ദേഹം വളരെ പ്രശസ്തനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഖുർആനിന് പ്രത്യേക സ്ഥാനമുണ്ട്. അദ്ദേഹം വലിയ ധൈര്യശാലിയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ധൈര്യത്തെക്കുറിച്ചും ഖുർആനിനോടുള്ള ബഹുമാനത്തെക്കുറിച്ചും ഒരു കഥയുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും രാത്രിയിൽ ഒരു താഴ്വരയിൽ തങ്ങുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ അദ്ദേഹത്തെ കൊല്ലാൻ പദ്ധതി ആസൂത്രണം ചെയ്യുന്ന സമയത്തായിരുന്നു അത്. പ്രാർത്ഥനയുടെ സമയത്ത് ശത്രുക്കൾ തങ്ങളെ ആക്രമിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടു. അദ്ദേഹം തന്റെ അനുയായികളെ സംഘടിപ്പിക്കുകയും 2 ഗ്രൂപ്പുകളായി വിഭജിക്കുകയും ചെയ്തു. സലാത്തുൽ ഖൗഫ് അഥവാ ഭയത്തിനുള്ള നിസ്കാരം. ഒരു സംഘം 1 റക്അത്ത് നിസ്കരിക്കുമ്പോൾ മറ്റേ സംഘം കാവൽ നിൽക്കും. രണ്ടാമത്തെ സംഘം നിസ്കരിക്കുമ്പോൾ ഒന്നാമത്തെ സംഘവും കാവൽ നിൽക്കും. അങ്ങനെ 2 സംഘവും നിസ്കരിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നിസ്കാരം പൂർത്തിയാക്കി അവിടെ നിന്ന് പോകാൻ ഒരുങ്ങി. മടക്കി യാത്രയ്ക്ക് വേണ്ടി രാത്രി തങ്ങിയ താഴ്വരയിലെ കൂടാരം പ്രവാചകൻ അഴിച്ചെടുത്തു. ആളുകൾ അവരുടെ ഒട്ടകപ്പുറത്ത് കയറാൻ തുടങ്ങുമ്പോൾ പ്രവാചകൻ ചോദിച്ചു, ഇന്ന് രാത്രി ആരാണ് നമ്മുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നത്? ഞങ്ങൾ ഏറ്റെടുക്കും അള്ളാഹുവിന്റെ റസൂലെ. അബ്ബാദ് ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുയും അമർ ബിൻ യാസിറും പറഞ്ഞു. അവർ സഹോദരന്മാരായിരുന്നു. ക്യാമ്പിന് സംരക്ഷണം നൽകുന്നത് അബ്ബാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉത്തരവാദിത്വമായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ അമർ ബിൻ യാസിർ രാത്രിയിൽ അദ്ദേഹത്തെ സഹായിക്കാനുണ്ടായിരുന്നു. രാത്രി വളരെ വൈകിയ സമയത്ത് തന്റെ സഹോദരൻ വളരെ ക്ഷീണിതനായി കാണപ്പെടുകയും അദ്ദേഹത്തിന് അല്പം ഉറക്കം ആവശ്യമാണെന്ന് അബ്ബാദ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കുകയും ചെയ്തു. അദ്ദേഹം സഹോദരനോട് ചോദിച്ചു, എന്റെ പ്രിയ സഹോദരൻ അമർ, രാത്രിയുടെ ഏത് പകുതിയിലാണ് നിങ്ങൾ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നത്? ഒന്നാമത്തേതോ രണ്ടാമത്തേതോ? ഞാൻ ആദ്യഘട്ടത്തിൽ ഉറങ്ങാം, അമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അബ്ബാദ് റളിയല്ലാഹു അൻഹു സമ്മതിച്ചു. അദ്ദേഹം തന്റെ സഹോദരനോട് വിശ്രമിക്കാൻ ആവശ്യപ്പെട്ടു. രാത്രി വളരെ സമാധാനവും ശാന്തവുമായിരുന്നു. നക്ഷത്രങ്ങളും മരങ്ങളും പാറകളും തങ്ങളുടെ നാഥനെ മൗനമായി സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതായി അബ്ബാദ് റളിയല്ലാഹു അൻഹുവിന് തോന്നി. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാത്തതുപോലെയും അദ്ദേഹത്തിന് തോന്നി. എവിടെയും ഒരു അനക്കമില്ല, ഭീഷണിയാവുന്ന തരത്തിൽ ഒരു അടയാളം പോലുമില്ല. അപ്പോൾ അദ്ദേഹം സ്വയം ചിന്തിച്ചു, ഞാൻ ഖുർആൻ പാരായണത്തിൽ സമയം ചെലവഴിക്കാതിരുന്നത് എന്തുകൊണ്ട്? അങ്ങനെ ആ രാത്രിയിൽ നിജ്ദ താഴ്വരയുടെ അടിയിൽ അബ്ബാദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് കിബിലക്ക് നേരെ തിരിഞ്ഞു. അള്ളാഹുവിന് കീഴടങ്ങിയതുപോലെ തന്റെ കൈ ഉയർത്തി പ്രാർത്ഥനയിൽ പ്രവേശിച്ചു. എന്നിട്ട് സൂറത്തുൽ കഹഫ് അദ്ദേഹത്തിന്റെ മനോഹരവും ആകർഷണവുമായ ശബ്ദത്തിൽ പാരായണം ചെയ്യാൻ തുടങ്ങി. വിശ്വാസത്തിന്റെയും സത്യത്തിന്റെയും ക്ഷമയുടെയും സദ്ഗുണങ്ങളുമായി ബന്ധപ്പെട്ട 110 ആയത്തുകൾ ഉണ്ടായിരുന്ന ഒരു നീണ്ട സൂറത്താണ് സൂറത്തുൽ കഹഫ്. രാത്രിയുടെ ഇരുട്ടിൽ ശത്രുക്കൾ അദ്ദേഹത്തെ കുറച്ചകലെ നിന്ന് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ സമയം അവർ പ്രവാചകനെ ആക്രമിക്കുവാൻ പദ്ധതിയിട്ടു. അപ്പോൾ അവർ താഴ്വരയിൽ നിന്നുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന അബ്ബാദ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അവരിൽ ഒരാൾ പുറത്തേക്കിറങ്ങി അബ്ബാദ് റളിയല്ലാഹു അൻഹുവിനെ ലക്ഷ്യമിട്ട് അമ്പെയ്തു. അമ്പ് ശരീരത്തിൽ തുളച്ചു കയറുമ്പോൾ അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു. പക്ഷേ രക്തം ഒഴുകാൻ തുടങ്ങിയിട്ടും അദ്ദേഹം ഖുർആൻ പാരായണം നിർത്തിയില്ല. അദ്ദേഹം അമ്പ് പുറത്തെടുത്തു, പാരായണം തുടർന്നു. അപ്പോൾ ആ അക്രമികൾ വീണ്ടും 2 അമ്പെയ്തു. അപ്പോഴും അദ്ദേഹം ആ ഖുർആൻ പാരായണം അവസാനിപ്പിച്ചില്ല.
അദ്ദേഹം ആ അമ്പുകൾ പുറത്തെടുത്ത് സാവധാനം ഖുർആൻ പാരായണം അവസാനിപ്പിച്ചു. മുറിവിൽ നിന്ന് രക്തം ധാരാളം ഒഴുകുന്നുണ്ടായിരുന്നു. അദ്ദേഹം സഹോദരനെ വിളിച്ചുണർത്തി എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു. മുറിവേറ്റ് കിടക്കുന്ന സഹോദരനെ കണ്ട് അമർ റളിയല്ലാഹു അൻഹു ഞെട്ടിത്തരിച്ചു. അദ്ദേഹം മുകളിലേക്ക് ഉയർന്ന് അലറാൻ തുടങ്ങി. ഇത് കണ്ട് അക്രമികൾ ഭയന്നോടിപ്പോയി. ആദ്യത്തെ അമ്പ് തറച്ചപ്പോൾ തന്നെ എന്നെ വിളിക്കാതിരുന്നത് എന്തുകൊണ്ടെന്ന് അദ്ദേഹം അബ്ബാദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ പാരായണം ചെയ്യുകയായിരുന്നു ഞാൻ. അതെന്റെ ആത്മാവിൽ ശാന്തത നിറച്ചു. അതുകൊണ്ട് ഞാൻ പാരായണം നിർത്തിയില്ല. ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം വളരെ ഇഷ്ടമായിരുന്നത് കൊണ്ട് അദ്ദേഹത്തെ വിശുദ്ധ ഖുർആനിന്റെ സുഹൃത്ത് എന്നാണ് വിളിച്ചിരുന്നത്. ഒരിക്കൽ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുടെ വീട്ടിൽ നിന്ന് നമസ്കരിക്കുവാനായി നിൽക്കുകയായിരുന്നു. അത് പള്ളിയോട് വളരെ അടുത്തായിരുന്നു. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്ന ശബ്ദം അദ്ദേഹം കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ശ്രദ്ധിച്ചുകൊണ്ട് അത് അബ്ബാദ് റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദമല്ലേ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അത് അദ്ദേഹത്തിന്റെ ശബ്ദമാണെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. അബ്ബാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ പാരായണത്തിൽ പ്രവാചകന് വളരെ മതിപ്പുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അബ്ബാദ് റളിയല്ലാഹു അൻഹു അത് പ്രവാചകന് സമർപ്പിച്ചതായിരുന്നു. അബ്ബാദ് റളിയല്ലാഹു അൻഹുവിന് 15 വയസ്സായിരുന്നപ്പോഴായിരുന്നു ആദ്യമായി ഖുർആൻ പാരായണം കേൾക്കുന്നത്. ജനങ്ങളെ പഠിപ്പിക്കാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയച്ചിരുന്ന മുസാദ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആണ് അന്ന് പാരായണം ചെയ്തിരുന്നത്. യുവാവായ അബ്ബാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പാരായണത്തിൽ ഏറെ ആകർഷിക്കപ്പെട്ടു. അബ്ബാദ് റളിയല്ലാഹു അൻഹു ഹൃദയ നന്മയുള്ള ഭക്തന്മാരിൽ ഒരാളായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോരാടിയ എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുകയും അദ്ദേഹം ധീരമായി പോരാടുകയും ചെയ്തു. അബ്ബാദ് റളിയല്ലാഹു അൻഹു തന്റെ ഹൃദയവും ആത്മാവും പൂർണ്ണമായി അദ്ദേഹത്തിന് സമർപ്പിച്ചതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം പ്രവാചകന്റെ അനുയായിയായി തീർന്നത്. യമാമ യുദ്ധത്തിൽ രക്തസാക്ഷിയായിട്ടാണ് അബ്ബാദ് റളിയല്ലാഹു അൻഹു വഫാത്തായത്. അദ്ദേഹം വഫാത്താകുന്നതിനു മുൻപ് ഒരു സ്വപ്നം കണ്ടിരുന്നു. അടുത്ത ദിവസം അദ്ദേഹം കണ്ട സ്വപ്നത്തെക്കുറിച്ച് തന്റെ സ്നേഹിതനോട് പറഞ്ഞു. കഴിഞ്ഞ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ആകാശം എനിക്ക് വേണ്ടി തുറന്ന് പിന്നീട് അത് എന്നെ അടച്ചുമൂടി. ഇൻഷാ അല്ലാഹ് അത് അർത്ഥമാക്കുന്നത് എന്റെ മരണമാണ്. അദ്ദേഹം കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം സത്യമായി. സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ ആത്മാവിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. അള്ളാഹുവിന്റെ പ്രീതിക്കനുസരിച്ച് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അള്ളാഹുവിനു വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്ത ഒരു ഭാഗ്യവാനായിരുന്നു അദ്ദേഹം. ശത്രുക്കളെ നേരിടുമ്പോൾ എപ്പോഴും അദ്ദേഹം മുൻനിരയിലുണ്ടായിരുന്നു. വിശ്വാസികളുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിലും അദ്ദേഹം വിശ്വാസയോഗ്യനായിരുന്നു. അതെ അബു, അബ്ബാദ് റളിയല്ലാഹു അൻഹു ധാരാളം ആളുകൾക്ക് വലിയ പ്രചോദനമായിരുന്നു. അടുത്ത തവണ നാം കാണുമ്പോൾ കൂടുതൽ സ്വഹാബികളുടെ കഥകൾ പറയാം. മാഷാ അല്ലാഹ്, അത് നല്ല കഥയായിരുന്നു. താങ്ക് യു യൂസഫ് അങ്കിൾ. ശരി, യു ടേക്ക് കെയർ നൗ. നീ ഇപ്പോൾ വിശ്രമിക്കൂ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം അങ്കിൾ.